സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളത്. ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് കംപ്ലീറ്റായി ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിലേറ്റിംഗ് ആൻ ഓർഗനൈസേഷൻ ആസ് എ സബ്സിസ്റ്റം വിത്ത് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ഇതൊരു പ്രോസസ്സാണ് ദാറ്റ് ഇൻവോൾവ്സ് ടാസ്ക് ഓഫ് സ്ട്രാറ്റജി ഫോർമുലേഷൻ, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് റിവ്യൂ so as to judge whether strategy formulator is able to achieve the set goals. അത് സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് എന്നൊരു പ്രോസസ്സിൽ സ്ട്രാറ്റജി ഫോർമുലേഷൻ ഉണ്ട്, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, റിവ്യൂ ഉണ്ട്. റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയും. ഇൻ കേസ് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അച്ചീവ് ദി പ്രീ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് ഓർ ഒബ്ജക്റ്റീവ്സ് ദി വർക്ക് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ്, അനാലിസിങ് ദി കോസസ് ദാറ്റ് ഹാവ് ക്രിയേറ്റഡ് ദി ഗ്യാപ്പ് ഇൻ അച്ചീവ്മെൻറ്റ്. അങ്ങനെ എന്തുകൊണ്ടാണ് ഫെയിലായത് എന്നുള്ളതും അതിന് കറക്റ്റീവ് ആക്ഷൻ ടേക്കൺ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. മെഷറിങ് ദം ആൻഡ് ദെൻ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ഇതിൽ സെറ്റ് ഗോൾസ് എന്ന് പറയുന്നുണ്ട്, നമ്മൾ പ്രീ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് എന്ന്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് പ്രീ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ്? നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രീ സ്റ്റേറ്റ് ചെയ്യേണ്ട ഒരു ഒബ്ജക്റ്റീവ്സ് അതിനുണ്ടായിരിക്കും. അത് ഓർഗനൈസേഷന് അതിൻ്റെ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. അത്തരത്തിൽ വിഷനും മിഷനും സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് തുടക്കത്തിൽ ഉണ്ടാകുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്തരത്തിൽ വിഷനും മിഷനൊക്കെ സെറ്റ് ചെയ്യലാണ്, ഒബ്ജക്റ്റീവ്സൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് process is identifiable flow of information through interrelated stages of analysis directed towards the achievement of the aim. ഇതൊക്കെ നമ്മൾ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റേജസ് ഓഫ് അനാലിസിസിൻ്റെ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കാണ്, സ്റ്റാറ്റിക് എൻറ്റി ഉള്ളതല്ല. ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എസ് എ പ്രോസസ് ഇൻവോൾവ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ എലിമെൻറ്റ്സ്. സെറ്റ് ഓഫ് ആക്ടിവിറ്റീസും എലിമെൻറ്റും ചേർന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ആ സെറ്റ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. കോർപ്പറേറ്റ് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒരിക്കലും തന്നെ അൺഇൻറ്റൻഷനൽ ആവാൻ പാടില്ല. അങ്ങനെ അൺഇൻറ്റൻഷനൽ അല്ലാത്ത ആക്ടിവിറ്റിയാണ് ഹ്യൂമൻ ആക്ടിവിറ്റി. നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അൺഇൻറ്റൻഷനൽ. ദർ സം ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ഹിസ് ആക്ടിവിറ്റീസ് ക്രിയേഷൻ. ഇതിൻ്റെ പിന്നിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഓർഗനൈസേഷന് എന്തായിരിക്കും? ഡെലിബറേറ്റ് ക്രിയേഷൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഹാവിങ് ഡെഫിനിറ്റ് മിഷൻ ടുവാർഡ്സ് വിച്ച് എഫേർട്സ്. അതിൻ്റെ എഫേർട്സിന് വേണ്ടിയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള മിഷൻ ഉണ്ടാവും. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ആൻഡ് യുണീക്ക് പർപ്പസ്. ഒരു ഫണ്ടമെൻ്റൽ ആൻഡ് യുണീക്ക് പർപ്പസ് ബൈ വിച്ച് ഇറ്റ് ബിക്കം ഔട്ട്സ്റ്റാൻഡിങ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം അനദർ. മറ്റൊന്നിൽ നിന്ന് വേറിട്ട് വ്യത്യസ്തമായ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. സ്ട്രാറ്റജി എന്നതും ഒബ്ജക്റ്റീവ് എന്നതൊക്കെ മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ മിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നതൊക്കെയും ഒരു യുണീക്ക് പർപ്പസ് ആയിരിക്കും.
സ്ട്രാറ്റജി ഒന്നുകൂടി പറയാ, മിഷൻ എന്ന് പറയുന്നത് മിഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ആൻഡ് യുണീക്ക് പർപ്പസ് ബൈ വിച്ച് ഇറ്റ് ബിക്കംസ് ഔട്ട്സ്റ്റാൻഡിങ് ഓർ ഡിസ്റ്റിങ് ഫ്രം അനദർ. മിഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇറ്റ് റിഫ്ലക്ട്സ് ഫിലോസഫി ഓഫ് ഡിസിഷൻ മേക്കർ ഫിലോസഫി അതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. It is the image of the organization wants to imprint on everybody. ഇതിലൊന്നിൻ്റെ ഓർഗനൈസേഷൻ്റെ എന്താണ് ഇമേജ് അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. എ മെഷീൻ ഈസ് എ ഹബ് അറൗണ്ട് വിച്ച് ഓൾ മാനേജർ ഫങ്ഷൻസ് റിവോൾവ്. ഒരു മാനേജർ ഫങ്ഷൻസ് ഒക്കെ എന്തിൻ്റെ ചുറ്റുമാണ് കറങ്ങി കളിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് മിഷനാണ്. മിഷനും ഒബ്ജക്റ്റീവ്സും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതും മിഷനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പനി ഈ മിഷൻ്റെ ലൈറ്റിൽ നേടിയെടുക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങളെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. കമ്പനി ഹാസ് ഒബ്ജക്റ്റീവ്സ് ടു അറ്റൈൻ ഓർ റിസൾട്ട് ആർ ടു ബി അറ്റൈൻഡ്. റിസൾട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും മറ്റൊക്കെ നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വിശദമായി. ദെൻ സെക്കൻഡ് സ്റ്റെപ്പായി ചെയ്യേണ്ട ഒന്നാണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്നുള്ള. എൻവയോൺമെൻറ്റൽ സ്കാനിങ് അത് എക്സ്റ്റേണലായിട്ടുള്ളതും ഇൻറ്റേർണലായിട്ടുള്ള എൻവയോൺമെൻറ്റിൻ്റെ സ്കാനിങ് നടത്തണം എന്നുള്ളത് സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഒരു സ്റ്റെപ്പാണ്. ദെൻ പിന്നെ വരുന്ന സ്റ്റേജാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ. നമ്മൾ സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ദെൻ എൻവയോൺമെൻറ്റൽ അനാലിസിസ് ആണ് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. നമ്മൾ മിഷനും ഒബ്ജക്റ്റീവ്സും ഒക്കെ നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ അതിൻ്റെ സബ് സിസ്റ്റംസ് ഒക്കെ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ സോഷ്യൽ, കൾച്ചറൽ, ലീഗൽ, ടെക്നോളജിക്കൽ, എക്കോളജിക്കൽ, സൈക്കോളജിക്കൽ, ഫിസിക്കൽ, ഈ എൻവയോൺമെൻറ്റൊക്കെ എന്ത് ചെയ്യണം? അനാലിസിസിന് വിധേയമാക്കണം. ഓർഗനൈസേഷൻ എന്താണ്? എൻവയോൺമെൻറ്റ് പാർട്ടാണ്. ഓർഗനൈസേഷൻ ബീങ് പാർട്ട് ഓഫ് ദിസ് എൻവയോൺമെൻറ്റ് is subject to influence of different variables and influence of the environment. എൻവയോൺമെൻറ്റ് സ്വാധീനത്തിൻ്റെ ഇൻഫ്ലുവൻസിന് വിധേയമാകുന്ന ഒന്നാണ് ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? എൻവയോൺമെൻറ്റൽ ഫോഴ്സസിന് എന്ത് ചെയ്യണം? അനലൈസിന് വിധേയമാക്കണം. അത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് മാത്രമല്ല, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, അതായത് കോർപ്പറേറ്റ് അനാലിസിസിലൂടെയൊക്കെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിന് അനാലിസിന് വിധേയമാക്കണം. അതിനുശേഷമാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറയുന്നത് വരുന്നുണ്ട്. ഇതൊക്കെ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സിന് എന്ത് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ്. എന്തൊക്കെ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടോ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. An organization is interacting with external environment and knowing its internal strength and weakness. ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഇൻറ്റേർണൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരുടെ പിന്നെയുള്ള പണി എന്താണ്? ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജിയുടെ ആൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് ഇൻ ദി ഫ്രെയിംവർക്ക് ഓഫ് കമ്പനിയുടെ മിഷൻ, ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ വെളിച്ചത്തിൽ നല്ലൊരു ബെസ്റ്റ് സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ദെൻ മിഷൻ എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ എക്സിസ്റ്റൻസ് ആണ് മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഒരു ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത് എന്നുള്ള കാണിക്കുന്നതാണ് അതിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ റിസൾട്ട്സ് ആണ് അക്കംപ്ലിഷ് ചെയ്യേണ്ടത്, എന്തൊക്കെ റിസൾട്ട്സ് അക്കംപ്ലിഷ് ചെയ്യണം. ദെൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് പ്ലാൻസ് ടു അച്ചീവ് ദി മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സും മിഷനും അച്ചീവ് ചെയ്യാനുള്ളതാണ് സ്ട്രാറ്റജി. അത്ര സ്ട്രാറ്റജീസ് ഫോർമുലേഷനാണ് അടുത്തതായിട്ടുള്ള സ്റ്റെപ്പിൽ വരുന്നത്. ഫോർമുലേഷൻ സ്ട്രാറ്റജി ഇൻവോൾവ്സ് ഡിസൈഡിങ് വാട്ട് സ്ട്രാറ്റജി ഷുഡ് ബി
ഏത് സ്ട്രാറ്റജിയാണ് വേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് വിളിക്കുന്നത് ഫോർമുലേഷൻ. സ്ട്രാറ്റജിയുടെ രൂപീകരണം എന്ന് വിളിക്കുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയും. ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജീൻ്റെ മറ്റൊരു വിധത്തിൽ പറയുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇതിൽ ഈ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ തുടക്കത്തിലുള്ളതാണ് നമ്മൾ പറയുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് മിഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഫോർമുലേഷൻ സ്ട്രാറ്റജീൻ്റെ ആദ്യ സ്റ്റേജാണ്. ഡിഫൈനിങ് ദി ഓർഗനൈസേഷൻസ് ഫിലോസഫി ആൻഡ് മിഷൻ, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് ഫോർമുലേഷൻ സ്ട്രാറ്റജിയിൽ. ദെൻ എസ്റ്റാബ്ലിഷിംഗ് ലോങ് ആൻഡ് ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് ടു അച്ചീവ് ദി ഓർഗനൈസേഷൻ മിഷൻസ്, ഓർഗനൈസേഷൻ മിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ദെൻ ഡിഫൈനിങ് ദി ബിസിനസ് ദ കമ്പനി ഇൻറ്റൻഡ് ടു ബി ഇൻ, നമ്മുടെ ബിസിനസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ഏത് തരം എക്കണോമിക് ആൻഡ് ഹ്യൂമൻ ഓർഗനൈസേഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതുപോലെ അതിൻ്റെ നേച്ചർ, എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അതിൻ്റെ എംപ്ലോയീസ്, അതിൻ്റെ കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, കമ്മ്യൂണിറ്റി. അത് ഡിറ്റർമിനേഷൻ ഓഫ് ബേസിക് ലോങ് ടേം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇൻ എൻ എൻ്റർപ്രൈസ്, long-term goals and objectives in an enterprise, adoption of course of action and allocation of resources. ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് നമ്മൾ എന്ത് ചെയ്യണം, ഏത് തരം കോഴ്സ് ഓഫ് ആക്ഷൻ അഡാപ്റ്റ് ചെയ്യണം നമ്മൾ മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി. ദെൻ അതിനു വേണ്ടി എന്തൊക്കെ റിസോഴ്സസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യേണ്ട റിസോഴ്സസും കൂടി വരുന്നതാണ് എന്ത്, റിസോഴ്സസ് നെസറി ഫോർ ക്യാരിങ് ഔട്ട് ദിസ് ഗോൾസ്, ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. അതാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്നുള്ള സ്റ്റേജ് വരുന്നത്. സ്ട്രാറ്റജിക് ഫോർമുലേഷൻ എന്നുള്ളതിൽ തന്നെ വരുന്നതാണ് നമ്മൾ ഏതിൻ്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പോളിസീസ് ഉണ്ടാവും. നമ്മൾ പോളിസീസിൻ്റെ അതായത് ബ്രോഡ് ഗൈഡ് ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ബ്രോഡായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് രൂപീകരിച്ചിട്ടുണ്ടാവും. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ പ്ലാൻ ടു അച്ചീവ് ദി മിഷൻ ഒബ്ജക്റ്റീവ്സ് സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്തുന്നത്. ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾട്ടർനേറ്റീവ്സ് ഓഫ് സ്ട്രാറ്റജി എന്നുള്ളത് തന്നെയാണ് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി എന്നുള്ളത് വരുന്നത്. സ്ട്രാറ്റജി ചോയ്സ് എന്നുള്ള ഭാഗവും അവിടെ വരുന്നുണ്ട്. സ്ട്രാറ്റജി ചോയ്സ് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് സ്ട്രാറ്റജി ചോയ്സ്. സ്ട്രാറ്റജി ചോയ്സ് എന്ന് പറഞ്ഞാൽ ഓർ സ്ട്രാറ്റജി ഡിസിഷനെയാണ്, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ചോയ്സസ് എന്ന് പറയുന്നത്. ഡിസിഷൻ ഇസ് പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കമ്പയറിംഗ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് പോസിബിൾ സ്ട്രാറ്റജീസ് ഓൺ പ്രൊഡക്റ്റ്, മാർക്കറ്റ് ആൻഡ് ഫേം. നമ്മൾ പോസിബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയെന്ന് അതിൽ നിന്ന് കെയർഫുള്ളായിട്ടുള്ള സെലക്ഷൻ നടത്തുന്നതിനാണ് സ്ട്രാറ്റജിക് ചോയ്സ് എന്ന് വിളിക്കുന്നത്. സ്ട്രാറ്റജിക് ചോയ്സ് ഈസ് ദി സിസ്റ്റമാറ്റിക് കമ്പാരിസൺ ഓഫ് ദി ഇമ്പാക്റ്റ് ഓഫ് ദി പോസിബിൾ സ്ട്രാറ്റജീസ് ആൻഡ് പ്രൊഡക്റ്റ് ആൻഡ് മാർക്കറ്റ് ആൻഡ് ദ ഫേം. സ്ട്രാറ്റജി ഫോർമുലേഷൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് എന്ത്, സ്ട്രാറ്റജി ചോയ്സ് എന്നുള്ളത്. സ്ട്രാറ്റജി ചോയ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ന് സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്താണെന്നുള്ളതിനെ ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് പോവാം. സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ഇൻ ദി കമ്പനി എൻവയോൺമെൻറ്റ്. അതിൻ്റെ റിസ്ക്കൊക്കെ എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ. ദെൻ നെക്സ്റ്റ് അപ്രൈസൽ ഓഫ് കമ്പനി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. കമ്പനിയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അപ്രൈസ് ചെയ്യുന്നതാണ് അടുത്ത പണി. ഒബ്ജക്റ്റീവ്സ് അസസ്മെൻറ്റ് ഇസ് ആക്ച്വൽ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി, ആക്ച്വലായിട്ടുള്ള പൊട്ടൻഷ്യൽ കപ്പാസിറ്റി എത്ര, ഇതെല്ലാം സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിൻ്റെ ഭാഗമായിട്ട് വരും.
സ്ട്രാറ്റജി ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസും കൺസ്ട്രെയിൻസും ആണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കേപ്പബിലിറ്റീസും കോമ്പിറ്റൻസും റിസോഴ്സും ആണ്. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ എന്ന ഭാഗം പ്രത്യേകം നമ്മളിത് പഠിക്കാനുണ്ട്. Then personal values of executives including propensity to assume risk. പേഴ്സണൽ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്, ഒബ്ലിഗേഷൻ ടു ദ സൊസൈറ്റിയോടും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സോടുള്ള ഒബ്ലിഗേഷൻസ് എന്നൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്നുള്ളതിൽ. നെക്സ്റ്റ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതാണ്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിൽ പ്രോഗ്രാംസ് ഉണ്ട്, ബജറ്റ്സ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രോഗ്രാംസ്, ബജറ്റ്, പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്? പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് നീഡഡ് ടു അക്കംപ്ലിഷ് പ്ലാൻ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ട ആക്ടിവിറ്റീസാണ് പ്രോഗ്രാംസ്. നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് നമ്മൾ നടപ്പിലാക്കുന്ന സ്റ്റേജിൽ എന്ത് ചെയ്യുക, കൊണ്ടുവരുന്നത്. ദെൻ ബജറ്റ്, അതിൻ്റെ കോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാംസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതുണ്ട്, അത് ബജറ്റ്സ് എന്ന് വിളിക്കും. ദെൻ അതിൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് നീഡഡ് ടു ഡു ദി ജോബ്. അതിൻ്റെ സീക്വൻസ് ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത്, തേർഡ് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. ആ സീക്വൻസ് ഓഫ് സ്റ്റെപ്സിനെ എന്ത് വിളിക്കും? പ്രൊസീജിയേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ സ്ട്രാറ്റജിക്ക് മാനേജ്മെൻറ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മൾ എൻവയോൺമെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്, ദെൻ അതിന് മുമ്പ് കോർപ്പറേറ്റ് മിഷൻ ആൻഡ് വിഷൻ സെറ്റിംഗ് ചെയ്യണം, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, ദെൻ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യുന്നു. ആ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യുന്നത് പ്രോസസ്സ്. ദെൻ അതിനുശേഷം സ്ട്രാറ്റജി ചോയ്സ് എന്നുള്ളത് പറഞ്ഞു. ദെൻ പിന്നീടുള്ളതാണ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ്. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ കംപ്രൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് റിഗാർഡിംഗ് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ് മൊബിലൈസേഷൻ്റെ പോളിസീസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, എങ്ങനെയുള്ളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണം, അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർഗനൈസേഷണൽ പ്രോസസ് ഓഫ് പെർഫോമൻസ് മെഷർമെൻറ്റ്, കോമ്പൻസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്, സാലറി കൊടുക്കുന്നത്, കോമ്പൻസേഷൻ, മാനേജ്മെൻറ്റിന് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യാന്നുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇതൊക്കെയും സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലാണ് വരിക. അത് കോർ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ലൈസ് ഇൻ ദ ചോയ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ചോയ്സസ് ഏതൊക്കെ, ഓർഗനൈസേഷണൽ പ്രോസസ്സ് ഏതൊക്കെ, ദെൻ ഏതൊക്കെ ലീഡർഷിപ്പ് പാറ്റേൺസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ഉണ്ടാവും, പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, സിസ്റ്റം ഓഫ് റീസ്ട്രെയിൻസ് ആൻഡ് കൺട്രോൾസ് ഉണ്ടാവും. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിന് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജി ഈസ് ദി പ്രോസസ് ഓഫ് ആക്ടിവേറ്റിംഗ് ദി ചൂസൺ സ്ട്രാറ്റജി ആക്ടിവേഷൻ സ്റ്റേജിലേക്ക് നടപ്പിലാക്കുന്ന പ്രോസസ്സാണെന്ത്, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ വിളിക്കുന്നത്. ചാൾസ് W.L. ഹില്ല്, ഗാരത്ത് R.J. സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്
the way in which a company creates the organizational arrangements that allow it to put its strategic plan into operation. Strategic plan എന്ത് ചെയ്യുന്നു, അത് പ്ലാനിൻ്റെ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് പുട്ട് ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മോസ്റ്റ് എഫിഷ്യൻ്റ് ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാവുന്ന വിധത്തിൽ. Strategy implementation involves a broad range of efforts aimed at transforming strategic intentions. Strategy implementation involves a broad range of efforts aimed at transforming strategic intentions into actions. Strategic intentions actions ആക്കി മാറ്റുന്ന പ്രോസസ്സാണെന്ത് സ്ട്രാറ്റജിക്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ എന്ന് പറയുന്നത്. The resulting stream of actions constitute the firm's realized strategy. അതിൻ്റെ ഏത് സ്ട്രാറ്റജിയാണോ നമ്മൾ സ്യൂട്ടബിളായിട്ട് കണ്ടെത്തിയത് അതിന് ശരിക്കും അപ്ലൈ ചെയ്യുന്നതാണ്. അതിന് വേണ്ട റിസോഴ്സ് സെക്യൂർ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ദെൻ ഡയറക്റ്റ് ഇൻ ദി യൂസ് ഓഫ് ദീസ് റിസോഴ്സസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനുള്ളിലും പുറത്തും ആവശ്യമായ റിസോഴ്സസ് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ദി അതർ ഹാഫ് ആൻഡ് സ്ട്രാറ്റജി ഫോർമുലേഷൻ. സ്ട്രാറ്റജി ഫോർമുലേഷൻ്റെ മറ്റൊരു പാതിയാണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ടു ടേൺ എ ഡ്രീം ഇൻ ടു റിയാലിറ്റി, ഒബ്ജക്റ്റീവ്സ് ഇൻ ടു റിസൾട്ട്. ഡ്രീമിനെ റിയാലിറ്റി ആക്കി മാറ്റുന്ന, ഒബ്ജക്റ്റീവ്സിനെ റിസൾട്ടാക്കി മാറ്റുന്ന പ്രോസസ്സാണിത് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷന് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നൊരു ടോപ്പിക്കുണ്ട്. സ്ട്രാറ്റജിയുടെ 7S ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്, മക്കൻസീസ് 7S ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റൈല്, സ്റ്റാഫിങ്, സ്കില്ല്, സൂപ്പർ ഓർഡിനേറ്റ് ഗോൾസ് ആൻഡ് ഷെയർഡ് വാല്യൂസ്. ഈ 7S ഫ്രെയിംവർക്ക് എന്നിട്ടൊരു ഭാഗം നമ്മളിതിൽ പഠിക്കാനുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ബിഹേവിയറൽ ഇംപ്ലിമെൻറ്റേഷന്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റൈൽസാണ് ബിഹേവിയറൽ ഇംപ്ലിമെൻറ്റേഷന്. അതേപോലെ തന്നെ ഇതിൽ പഠിക്കാനുള്ളൊരു ഭാഗമാണ് റിസോഴ്സ് അലോക്കേഷന്. ഇതിൽ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ നിന്നുള്ള നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിങ് കഴിഞ്ഞാൽ സ്ട്രാറ്റജി ഫോർമുലേഷൻ ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്ട്രാറ്റജി ഇവാലുവേഷൻ എന്നുള്ളത്. അത് പെർഫോമൻസ് ഓഫ് ഇവാലുവേഷൻ നടത്തി നമ്മൾ ആക്ച്വൽ റിസൾട്ട് കണ്ടെത്തുന്ന പ്രോസസ്സാണ് പെർഫോമൻസ് ഇവാലുവേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇവാലുവേഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് പോകും. അതിനു മുമ്പ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ടൈപ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ബിഹേവിയർ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഫങ്ഷണൽ സ്ട്രാറ്റജീസ്, ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, ലീഡർഷിപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് നമ്മൾ പഠിക്കാനുണ്ട്. ഇവാലുവേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി കനോട്ട് ബി എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റഡ് അണ്ടർ ദർ ഈസ് എൻ അപ്രോപ്രിയേറ്റ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ കൺട്രോൾ.
നമുക്ക് ഇവാലുവേഷൻ കൺട്രോൾ സിസ്റ്റം ഇല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് നടത്തിയത് നമ്മൾ വിജയകരമാണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവാലുവേഷൻ നടത്തേണ്ടത് ആവശ്യമാണ്. ഇത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് ഇവാലുവേഷൻ കൺട്രോൾ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ കൺട്രോൾ പ്രോസസ് ഈസ് നോ വെദർ ദി സ്ട്രാറ്റജി ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ മീറ്റിംഗ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇഫ് നോട്ട് ടു ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ്. നമ്മളെ ഒബ്ജക്റ്റീവ്സ് ഇവാലുവേഷൻ കൺട്രോളിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റഡ് ഈസ് മീറ്റിംഗ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഒബ്ജക്റ്റീവ് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തലാണ് ഇവാലുവേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഇവാലുവേഷൻ കൺട്രോൾ എന്നുള്ളത് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പ്രത്യേകം ചാപ്റ്ററായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇവാലുവേഷൻ കൺട്രോളിന് സ്ട്രാറ്റജിക്ക് ഫോർമുലേഷനും സ്ട്രാറ്റജി കൺട്രോളും തമ്മിലുള്ള ബന്ധം എന്താണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പ്രോസസ്സ് എന്നുള്ളത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. നമ്മളതിൽ ഒന്നാമത്തെ പാഠം പറഞ്ഞത് സ്ട്രാറ്റജിക്ക് മിഷൻ, വിഷൻ, ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് എൻവയോൺമെൻറ്റൽ അനാലിസിസ് എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റ് അനാലിസിസ് തന്നെ നമ്മൾ പറഞ്ഞു. എൻവയോൺമെൻറ്റ് അനാലിസിസിൻ്റെ ഒന്നാമത്തത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഉണ്ട്. അത് കോർപ്പറേറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അപ്രൈസൽ എന്നുള്ള ഭാഗം നമ്മൾ പഠിക്കാനുണ്ട്. ഇൻറ്റേർണൽ അനാലിസിസ് ആണ്. എക്സ്റ്റേണൽ അനാലിസിസ്, എൻവയോൺമെൻറ്റ് അനാലിസിസ്, എക്സ്റ്റേണൽ അനാലിസിസ് ഉണ്ട്. സ്ട്രാറ്റജി ആൾട്ടർനേറ്റീവ്സ്, സ്ട്രാറ്റജിയുടെ ആൾട്ടർനേറ്റീവ്സ് രൂപീകരിക്കുന്നതാണ്. പിന്നീട് സ്ട്രാറ്റജി ചോയ്സ്, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻസ്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷന് ശേഷം നമ്മൾ ഫങ്ഷണൽ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, ബിഹേവിയറൽ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ദെൻ ഏറ്റവും ലാസ്റ്റ് സ്ട്രാറ്റജിക്ക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഇത്രയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളതിൽ വരുന്നത്. ആദ്യം നമ്മൾ ഒന്നുകൂടി പറയാം. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ആദ്യ സ്റ്റെപ്പ് നമ്മൾ എൻവയോൺമെൻറ്റൽ അനാലിസിസ്, ദെൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ അനാലിസിസ് ഉണ്ട്. സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ്, മിഷൻ, വിഷൻ, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യൽ, സ്ട്രാറ്റജി ആൾട്ടർനേറ്റീവ്സ്, തന്നെ അതെങ്ങനെ നമ്മുടെ പോളിസീസ് അനുസരിച്ചാണ് നമ്മൾ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ പറഞ്ഞു. ഇംപ്ലിമെൻറ്റേഷനിൽ പ്രോഗ്രാംസ്, ബജറ്റ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. ബിഹേവിയർ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, ഫങ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അങ്ങനെ വിവിധ ഇംപ്ലിമെൻറ്റേഷൻ്റെ ടൈപ്സ് നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഇത്രയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവാലുവേഷൻ കൺട്രോളിൻ്റെ മറ്റൊരു സ്റ്റെപ്പാണ് കറക്റ്റീവ് മെഷേഴ്സ് ടേക്കൺ ചെയ്യുക, ആക്ഷൻസ് ടേക്കൺ ചെയ്യുക. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇവാലുവേഷൻ കൺട്രോൾ വേണമെന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്തിക്കോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്താൻ സാധിക്കുന്നത് ഈ ഒരു ഇവാലുവേഷൻ കൺട്രോൾ വഴിയാണ്. അപ്പോൾ ഇവാലുവേഷൻ കൺട്രോൾ വഴി
സ്ട്രാറ്റജി നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് സ്ട്രാറ്റജിക്ക് മാനേജ്മെൻറ്റ് സാധ്യമാകുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേയിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.